നമസ്കാരം. ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കുതിര F-16 നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ യുദ്ധവിമാനമായ F-16 ഫൈറ്റിംഗ് ഫാൽക്കണ് ഇപ്പോൾ 50 തികഞ്ഞിരിക്കുകയാണ്. F-16 എന്നറിയപ്പെടുന്ന F-60 ഫൈറ്റിംഗ് ഫാൽക്കൺ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1974 തുടക്കത്തിൽ ആദ്യമായി പറന്നുയർന്ന വിമാനം 50-ാം ജന്മദിനം ആഘോഷിച്ചത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. വ്യോമയാന ചരിത്രത്തിൽ F-16 അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും പല രാജ്യങ്ങളിലെ വ്യോമസേനകളിലും സജീവമായ സേവനം തുടരുകയും ചെയ്യുന്നുണ്ട്. പലവിധ സവിശേഷതകൾ ഈ ഒരു യുദ്ധവിമാനത്തിനുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ ഫ്ലൈ ബൈ വയർ കൺട്രോൾ സിസ്റ്റമാണ് എടുത്തു പറയേണ്ടത്. മുമ്പത്തെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് F-16 വേറിട്ട് നിർത്തുന്ന പ്രധാന സവിശേഷതകളിലൊന്ന് അതിന്റെ ഫ്ലൈ ബൈ വയർ നിയന്ത്രണ സിസ്റ്റമാണ്. F-16 മുമ്പ് യുദ്ധവിമാന പൈലറ്റുമാർ ഒരു വിമാനത്തിന്റെ നിയന്ത്രണ പ്രതലങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാനുവൽ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും വിമാനങ്ങൾക്കനുസരിച്ച് പൈലറ്റിന് നിരന്തരം തിരുത്തലുകൾ ആവശ്യമാണ്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് F-16 ഒരു ഫ്ലൈ ബൈ വയർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഇത് ഒരു ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജെറ്റിന്റെ നിയന്ത്രണ പ്രതലങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. പൈലറ്റ് നൈപുണ്യത്തിന്റെയും സാങ്കേതിക ശേഷിയുടെയും ഈ സഹകരണ സംയോജനം അന്നു മുതൽ യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ ഒരു പ്രധാന ഘടകമായി മാറി എന്ന് വേണം പറയാൻ. തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾ ഈ വിമാനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയായും കണക്കാക്കുന്നുണ്ട്. ഈ ജെറ്റുകൾ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തനത്തിലുമുണ്ട്. 25 രാജ്യങ്ങൾ ഇപ്പോഴും ഈ ജെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 4ാം തലമുറയിലെ മുൻനിര വിമാനമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. F-16 ആഗോള ജനപ്രീതിക്ക് മറ്റൊരു കാരണം അതിന്റെ പ്രവർത്തന ചെലവ് കുറവാണ് എന്നതാണ്. വർഷങ്ങളായി F-16 ലോകമെമ്പാടുമുള്ള മറ്റ് പോരാളികളുമായി തുല്യമായി നിലനിർത്തുന്നതിന് തുടർച്ചയായ പുരോഗതിക്ക് വിധേയമായിട്ടുമുണ്ട്. F-16V എന്നറിയപ്പെടുന്ന F-16 ഏറ്റവും പുതിയ പതിപ്പ് അതിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും മത്സരക്ഷമത നിലനിർത്തുന്നതിനുമായി നിരവധി പുതിയ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. ഈ മെച്ചപ്പെടുത്തലുകൾ കൊണ്ട് F-16 ഒരു സമർത്ഥമായ മൾട്ടി റോൾ യുദ്ധവിമാനമായി നിലകൊള്ളുന്നുവെന്നും പല രാജ്യങ്ങളിലെ വ്യോമസേനകളിലെ പ്രധാന താവളമായും നിലനിൽക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ 50 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. അതിന്റെ ഫ്ലൈ ബൈ വയർ കൺട്രോൾ സിസ്റ്റവും തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളും വലിയ പ്രീതിയാണ് രാജ്യങ്ങൾക്കിടയിൽ നൽകുന്നത്. പോരാട്ടത്തിലെ ഫലപ്രാപ്തിയും എടുത്തു പറയേണ്ടതാണ്. വൈവിധ്യമാർന്നതും കഴിവുള്ളതുമായ ഒരു യുദ്ധവിമാനം എന്ന നിലയിൽ F-16 പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. ആയുധക്കരത്തിൽ മുന്നിൽ തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധങ്ങളിൽ ലോകത്തിന്റെ ആവശ്യങ്ങളും ആകാംക്ഷയും കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഈ അവസരത്തിൽ എടുത്തു പറയണം. ഈ അടുത്ത് തന്നെ ചൈനയുമായുള്ള സംഘടനത്തിനുള്ള സന്നദ്ധത മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ജപ്പാനിലെ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ഗണ്യമായി പുനഃക്രമീകരിക്കുമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 3 അനാച്ഛാദനം ചെയ്ത ഈ ആധുനികവൽക്കരണ പദ്ധതിയിൽ പഴയ US എയർഫോഴ്സ് F-15, F-16 എന്നിവയ്ക്ക് പകരം F-15X, F-35 പോലെയുള്ള പുതിയ കൂടുതൽ നൂതനമായ വിമാനങ്ങൾ സ്ഥാപിക്കുന്നതും മറൈൻ കോർപ്സ് F-35Bകളിൽ മാറ്റം വരുത്തുന്നതും ഉൾപ്പെടുന്നുണ്ട്. US ജപ്പാൻ സഖ്യത്തെ ശക്തിപ്പെടുത്തുക, പ്രാദേശിക പ്രതിരോധം വർദ്ധിപ്പിക്കുക, ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രതിരോധ വകുപ്പിന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒന്നിലധികം വർഷത്തെ പരിശ്രമത്തിൽ $10 ബില്യൺ ശേഷി നിക്ഷേപവും ഉൾപ്പെടും. എന്തായാലും അമേരിക്കയുടെ ആയുധങ്ങൾ എപ്പോഴും ലോകത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. കാരണം കഴിവുകൊണ്ടും അതിന്റെ പ്രവർത്തന മികവുകൊണ്ടും എപ്പോഴും അമേരിക്കൻ ആയുധങ്ങൾ വലിയ മികവാണ് കാട്ടുന്നത്. ഏത് യുദ്ധഭൂമിയിലും മികച്ച വിജയം നേടാൻ സൈനികരെ സഹായിക്കുവാൻ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് കഴിയും എന്നതാണ് അതിൽ എടുത്തു പറയേണ്ട വസ്തുത. മെച്ചപ്പെട്ട നീക്കങ്ങളിലൂടെ കാലാനുസൃതമായ പരിഷ്കാരങ്ങളിലൂടെ അമേരിക്ക ആയുധങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും അമേരിക്ക പ്രതിരോധ രംഗത്ത് കാണിക്കാറുമില്ല. എന്തായാലും F-16 ഏറ്റവും മികച്ച യുദ്ധവിമാനമായി തുടരുകയാണ്.